ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഡോൾ കേക്ക് റെഡിയാക്കി എടുത്താലോ. ഡോൾ കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലാതെ നമ്മൾ 3 ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. 3 ഫ്ലേവറിലല്ലാതെയും ചെയ്യാം കേട്ടോ. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ 3 ഫ്ലേവറിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ലേറ്റായിട്ട് വന്ന ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡും കൂടെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യം ഞാൻ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സി ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടിച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും കൂടി ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മിൽക്ക് എസൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും ഒരു ഫ്യൂ ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്കിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് സമയം മാറ്റം വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ബൗളിലേക്ക് വീണ്ടും നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയുടെ മണം മാറുന്നതിന് വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അരിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ചെയ്തതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്കിംഗ് ടിന്നൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ റെഡ് വെൽവെറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ വിനിഗറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ ബട്ടർ മിൽക്കിലേക്ക് തന്നെയാണ് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് കളറിന് ആവശ്യത്തിനുള്ള റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ സൂപ്പർ റെഡാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ മിൽക്ക് നമുക്കിനി ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ആദ്യം നമ്മൾ സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുത്തതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്കും കൂടി ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കളറൊക്കെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇതും 6 ഇഞ്ചിൻ്റെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ബബിൾസ് പോകാനായിട്ട് നമുക്കൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുവാണ്. നിങ്ങളെടുക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനെടുക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ്സ് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് പിക്സ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ 3 സ്പോഞ്ച് കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ 3 കേക്കിൻ്റെ മുകൾ ഭാഗം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കേക്കും നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് 3 കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 6 ലെയറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കേക്ക് ക്രീം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 10 ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് തെന്നി മാറി പോകാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആ കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റെഡ് വെൽവെറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറിൽ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം ആക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് 6 ലെയർ കേക്കും വെച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ 6 ലെയറും വെച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോൾ കേക്കിൻ്റെ മോൾഡിലല്ലല്ലോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കത്തി എടുത്തിട്ട് ആ ഡോളിൻ്റെ ഫ്രോക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇത്രയും ഹൈറ്റിലല്ലേ കേക്ക് വെച്ചിട്ടുള്ളത്, മറിഞ്ഞു പോകാതെയും തെന്നിപ്പോകാതെയൊക്കെ ഇരിക്കാനായിട്ട് ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ സ്ട്രോ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ 2-3 ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുത്തി കൊടുക്കാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചൊക്കെ നോക്കണം കേട്ടോ. എവിടെയെങ്കിലും ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. ക്രീം ഇതുപോലെ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പാവക്കുട്ടിയെ കേക്കിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ സ്ഥലത്ത് ഓരോ റേറ്റിനായിരിക്കും ഈ ഒരു ഡോള് കിട്ടുന്നത്. എനിക്കിവിടെ 100 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഡോളിനെ കേക്കിന് മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കളറാണോ ചെയ്യുന്നത് ആ ഒരു കളറ് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിങ്കാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്തത് എടുത്തതിന് ശേഷം നമ്മൾ ഏത് നോസിലാണോ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു നോസിൽ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. റോസ് ഫ്ലവർ ആണെങ്കിൽ ആ ഒരു നോസിൽ എടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഫ്ലവറൊക്കെ ആണെങ്കിൽ ആ ഒരു നോസിൽ. ഞാനിവിടെ ഒരു ചെറിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പൂക്കൾ മാത്രമാണ് കുത്തി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതുപോലെ ഞാനിവിടെ ഒന്ന് കുത്തി കൊടുക്കുവാണ്. ഞാൻ അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ വൈറ്റ് പൂക്കളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇവിടെ ഫ്ലവറൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഉടുപ്പിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ ഫൈനലായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതോടൊപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.